നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് മാസം എത്തി. ഏപ്രിൽ തെരഞ്ഞെടുപ്പുണ്ടാകും. അതുകൊണ്ട് മാർച്ചിൽ തന്നെ പ്രഖ്യാപനവും ഉണ്ടാകും. അതെന്നാണെന്ന് കാത്തിരുന്നാൽ മാത്രം മതി. അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പാർട്ടികളിൽ ആലോചനകൾ തകൃതിയായി നടക്കുന്നു. CPM-ൽ ആദ്യം ആലോചന നടക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റിലാണ്. അവിടെ തീരുമാനിക്കുന്ന ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അയക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കും. അവിടെ ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അവസാന തീരുമാനമെടുക്കും. അതാകും അന്തിമ തീരുമാനം. ഇത് കാലങ്ങളായി നടന്നു വരുന്ന രീതിയാണ്. പക്ഷേ ഇപ്പോഴിതിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും അവസാന വാക്ക് മുഖ്യമന്ത്രിയുടേതാകും. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റുകളും തീരുമാനമെടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അപ്രിയരായവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നു. CPM-ന്റെ പല ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെയും തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്രിയരെ ഒഴിവാക്കാൻ അവർ ഓരോ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നു. ചിലർക്ക് ടേം വ്യവസ്ഥ ബാധകമാകുമ്പോൾ മറ്റു ചിലർക്ക് അത് ഒഴിവാക്കുന്നു. ചിലർക്ക് പ്രായം തടസ്സമാകുമ്പോൾ മറ്റു ചിലരുടെ കാര്യത്തിൽ അതൊരു തടസ്സമേ ആകുന്നില്ല. തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രന് ബാധകമാകാത്തത് കൊല്ലത്ത് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ബാധകമാകുന്നു. PK ബിജുവിന് തടസ്സമാകാത്തത് പുത്തലത്ത് ദിനേശന് തടസ്സമാകുന്നു. തോമസ് ഐസക് വിജയ സ്ഥാനാർത്ഥിയാകുമ്പോൾ G സുധാകരന് വിജയസാധ്യത ഉണ്ടാകുന്നില്ല. പല ജില്ലകളിൽ നിന്നും പുറത്തു വന്ന ലിസ്റ്റുകളിൽ മുഴച്ചു നിൽക്കുന്നത് പ്രാദേശിക വിഭാഗീയതയും മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങളുമാണെന്ന് ഒറ്റക്കാഴ്ചയിൽ തന്നെ വ്യക്തമാകും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതെന്ന് പറഞ്ഞ് പുറത്തു വന്ന ലിസ്റ്റാണ്. സിറ്റിംഗ് MLA-മാരിൽ പ്രമുഖരെ മാറ്റിയും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയുമാണ് സാധ്യത ലിസ്റ്റ് വന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല. അദ്ദേഹം ജയിച്ച തളിപ്പറമ്പിൽ മുമ്പ് പറഞ്ഞു കേട്ടിരുന്നത് M വിനികേഷ് കുമാറിൻ്റെ പേരായിരുന്നു. എന്നാൽ ചർച്ചയ്ക്കെത്തിയത് MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയുടെ പേരാണ്. എന്നാൽ അവിടെ ഉടക്ക് വീണെന്നാണ് പറയപ്പെടുന്നത്. PK ശ്യാമള ചെയർപേഴ്സണായിരിക്കെയാണ് ആത്തൂരിൽ സാജൻ എന്ന പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യ ഉണ്ടായത്. അന്ന് PK ശ്യാമളയ്ക്കെതിരെ ഏറെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് ശ്യാമളയുടെ വിജയസാധ്യതയിൽ കരുനിഴൽ വീഴ്ത്തുമെന്നാണ് ചർച്ചയിൽ ഉയർന്ന ചിന്ത. അതുകൊണ്ട് ശ്യാമളയ്ക്ക് പകരമായി മഹിളാ അസോസിയേഷൻ നേതാവ് P സുകന്യയെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫണ്ട് വെട്ടിപ്പിന്റെ പേരിൽ ഏറെ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മധുസൂദനു പകരമായി P ജയരാജനെ മത്സരിപ്പിക്കുമെന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. ജയരാജൻ മത്സരിച്ചാൽ പാർട്ടി വോട്ടുകളിൽ ചെറിയ ചില വിള്ളൽ പോലും ഉണ്ടാകില്ലെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. മധുസൂദനനെ മാറ്റിയാൽ എതിരാളിയുടെ മുന്നിൽ പരാജയം സമ്മതിച്ചതിന് തുല്യമാകുമെന്നും അത് പ്രവർത്തകരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഉള്ള കണ്ടെത്തലിനെ തുടർന്ന് മധുസൂദനെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് അറിയുന്നത്. ഫലമോ P ജയരാജന് ഇത്തവണയും മോചനം ഉണ്ടാകില്ല. ഇത് മുഖ്യമന്ത്രിയുടെ അനിഷ്ടം ഭയന്നാണ് പ്രാദേശിക പത്രക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് 2 തവണ ജയിച്ച ആളാണ് സ്പീക്കർ AN ഷംസീർ. മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഫേവർ ചെയ്ത് സുദർഹമായ രീതിയിൽ നിയമസഭ നയിച്ച ആളാണ് ഷംസീർ. എന്നാൽ അദ്ദേഹത്തിന് ടേം വ്യവസ്ഥ നടപ്പാക്കി മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നതായി അറിയാൻ കഴിയുന്നു. ഇതിന്റെ പിന്നിൽ മറ്റു ചില അന്തർനാടകങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ മന്ത്രിസഭയുടെ തുടക്കത്തിൽ വെറും MLA ആയിരുന്ന ഷംസീറിന് ഒരു വിമത പരിവേഷമായിരുന്നു. തന്നെക്കാൾ ജൂനിയറും ആദ്യ തവണ മാത്രം MLA-യുമായ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുകയും തന്നെ വെറും MLA ആക്കി ബാക്ക് സീറ്റിൽ ഇരുത്തിയതും ഷംസീറിനെ ഏറെ പ്രകോപിതനാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ പലതവണ സഭയിൽ വെച്ച് റിയാസും ഷംസീറും ഏറ്റുമുട്ടിയ സാഹചര്യങ്ങളും ഇതിന് ഉദാഹരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നു. സ്പീക്കറായിരുന്ന MB രാജേഷ് മന്ത്രിയായപ്പോൾ ഷംസീറിനെ സ്പീക്കറാക്കിയത് ഇതുകൊണ്ടാണെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. ഷംസീർ വളർന്നാൽ അത് റിയാസിന് മേൽ കരുതലാകുമെന്ന് തിരിച്ചറിവാണ് ഷംസീറിന് സീറ്റ് നൽകാതെ കാരായി രാജന് സീറ്റ് നൽകാനെടുത്ത തീരുമാനത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. സ്വകാര്യ സർവേകളിൽ മുഖ്യമന്ത്രിയോളം തന്നെ ജനപിന്തുണയുള്ള നേതാവാണ് KK ശൈലജ. ശൈലജ ടീച്ചർ അടുത്ത മുഖ്യമന്ത്രിയാവുന്നവരെ വാർത്ത പരന്നിരുന്നു. ഇതുതന്നെയാണ് ടീച്ചറിന് വിനയായതെന്നാണ് പലരും കരുതുന്നത്. പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ പകരം ശൈലജയുടെ പേര് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇത് പലരും ഇഷ്ടപ്പെടുന്നില്ലെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച ശൈലജ ടീച്ചറെ മാറ്റി DYFI നേതാവ് VK സനോജിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് പറയപ്പെടുന്നു. ഷംസീറും ശൈലജ ടീച്ചറും മന്ത്രി റിയാസിന്റെ വളർച്ചയ്ക്ക് മേൽ നിഴൽ വീഴ്ത്തുമെന്ന ചിന്തയാണ് ഇവരിരുവരെയും മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ കാരണമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.